എനിക്കെങ്ങനെങ്കിലും ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടണം എന്നുണ്ടായിരുന്നു. എഴുതണോ, ഇത് കിട്ടുമോ വേണ്ടേന്നൊക്കെ, എഴുതണോ വേണ്ടേന്നൊക്കെ വിചാരിച്ചു. റിസൾട്ട് വരുന്ന അന്ന് എൻ്റെ റിസൾട്ട് മാത്രം കിട്ടുന്നില്ല. +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു. ബോർഡ് എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലുള്ള അടുത്ത കടമ നീറ്റായിരുന്നു. നീറ്റിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു വെറുതെ പഠിക്കാണ്ട് നീറ്റ് എഴുതിയാലോ വിചാരിച്ചു. സാർമാരൊക്കെ പറഞ്ഞു വെറുതെ ക്രാഷ് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ക്രാഷ് എടുത്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ക്രാഷ് എടുത്തു. ഓൺലൈനായിരുന്നു, ഞാൻ ക്രാഷ് ഓൺലൈനിൽ ചെയ്തു. അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ടു. നീറ്റിന് മുമ്പേ എനിക്കെങ്ങനെങ്കിലും ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടണം എന്നുണ്ടായിരുന്നു. 1 മന്ത് ക്രാഷ് ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ ക്രാഷ് എടുത്ത് നല്ല പഠിച്ചു. നീറ്റ് എക്സാം എഴുതി, അത്യാവശ്യം സ്കോർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ എജുബോട്ട് തന്നെ തിരഞ്ഞെടുത്തു. ഞാൻ ക്രാഷിൻ്റെ ഒരു അനുഭവം കൊണ്ട് എജുബോട്ട് തന്നെ ചൂസ് ചെയ്തു. ക്രാഷ് എടുത്തപ്പോഴാണ് ഈ നീറ്റ് എക്സാമിന് എങ്ങനെ പഠിക്കണം, എങ്ങനെയൊക്കെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക, നീറ്റിനെ കുറിച്ചൊന്ന് അറിഞ്ഞത് ഞാനപ്പോഴാണ്. അതുവരെ ഞാൻ ബോർഡ് എക്സാം ബേസ് അതിനും പഠിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് നീറ്റ് എന്താണെന്ന് അറിയാൻ പറ്റിയത് ക്രാഷ് കൊണ്ട് മാത്രം. അങ്ങനെ ക്രാഷ് എടുത്ത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എജുബോട്ട് തന്നെ ചൂസ് ചെയ്തു. ഞാൻ നീറ്റിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ JEE എക്സാം ആയി. അപ്പോൾ വെറുതെ എഴുതി വെക്കാം. ഞാൻ ആദ്യം വിചാരിച്ചു എഴുതണോ, ഇത് കിട്ടുമോ വേണ്ടേന്നൊക്കെ, എഴുതണോ വേണ്ടേന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വെറുതെ എഴുതി നോക്കി. അപ്പോൾ ഇപ്പോൾ നല്ല സ്കോർ കിട്ടി. അപ്പോൾ റിസൾട്ട് വരുന്ന അന്ന് എൻ്റെ റിസൾട്ട് മാത്രം കിട്ടുന്നില്ല. അടിച്ചു നോക്കിയിട്ട് പാസ്വേഡ് തെറ്റാന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ വെറുതെ ഒരു ടെൻഷൻ വന്നു. അങ്ങനെ പെട്ടെന്ന് എന്നിട്ട് പാരൻസിനോട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ നോക്കിയിട്ട് അവർ എന്നെ വിളിച്ച് പറഞ്ഞേ. അപ്പോൾ ഭയങ്കര സന്തോഷമായി.